എന്നാണ് പോലീസ് പറയുന്നത്. അതൊരു വലിയ കേസായി കാണേണ്ടതില്ല എന്ന നിലപാടാണ് പോലീസിന്. ഞങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിതൊരു വലിയ വിഷയമായി തന്നെയാണ് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. പ്രതികളെ പിടികൂടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പോലീസ് നടത്തണം. പോലീസ് നടത്തുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിക്ക് ഒരു കത്തങ്ങ് എഴുതുക. ഞങ്ങൾക്ക് ഈ കേസ് അന്വേഷിക്കാനാവുന്നില്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ പ്രതികളെ കൊണ്ടുവന്ന് ഈ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് നിർത്തിത്തരാം. നിങ്ങൾ അത് ചെയ്യും. നിങ്ങളില്ലെങ്കിൽ പോലീസ് പ്രതികളെ പിടിക്കും. എത്ര പ്രതികളെയാണ് കേരളത്തിലെ പോലീസ് പിടിച്ചിട്ടുള്ളത്? പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. നിങ്ങളറിയാം, ഒരു നിസാം എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ അതിസമ്പന്നനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു വാച്ച്മാനെ വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തി. ആ കേസിൽ ഇപ്പോഴും അഴിയണ്ണി ജയിലിനകത്ത് കഴിയുകയാണ്. അതിസമ്പന്നനായ മനുഷ്യൻ. കേരളത്തിലെ പോലീസ് അന്വേഷിച്ച കേസാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ പിടിച്ച ചരിത്രം കേരളത്തിലെ പോലീസിലുണ്ട്. കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന പോലീസാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ക്രമസമാധാനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലെ പോലീസിനാകെ അപമാനമുണ്ടാക്കുന്ന തരത്തിൽ പോലീസ് നടപടിയെടുത്തുകൂടാ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ പിന്നിലാരാണ്? ഇതിന്റെ പിന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ലീഗാണ്, കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ, ലീഗിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ, അവര് ഈ പ്രതികളെ പിടികൂടരുത് എന്ന് പറയാണ്. അവർ പറയുന്ന മാനസിക പരിഗണന കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരു